ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡിസൈനർ ബേബി ഫ്രോക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഏതൊരു പ്രായത്തിലുള്ള കുട്ടികൾക്കും ചെയ്തെടുക്കാൻ കഴിയുന്നൊരു ഫ്രോക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ 1.5 മീറ്ററുള്ളൊരു ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് സിൽക്ക് മിക്സ് ചെയ്തിട്ടുള്ളൊരു തുണിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ ചെയ്യുന്നത്. 5 വയസ്സ് തൊട്ടിട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു അളവാണിത്. 12 ഇഞ്ച് നീളവും 16 ഇഞ്ച് വീതിയുമുള്ള 2 മെയിൻ ഫാബ്രിക്കും 2 ലൈനിങ് പീസുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ് പീസിലാണ് കട്ട് ചെയ്യുന്നത്. ഇതിന് നമ്മൾ സ്ലീവ് എക്സ്ട്രാ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു അളവ് നമ്മൾ ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ആദ്യം തന്നെ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് 9.5 ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 4.25 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച്, അപ്പം 4.25 ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആം ഹോള് ശരിക്കും നമുക്ക് ആം ഹോള് 4.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 2 ഇഞ്ചിൻ്റെ സ്ട്രാപ്പാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 2.5 ഇഞ്ചാണ് വേണ്ടത്. പക്ഷേ ഞാൻ ഇവിടെ 3 ഇഞ്ച്, ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂടിയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ഫ്രോക്കിന് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ ചെസ്റ്റിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്യണം. പ്ലസ് 1.5 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് മാർക്ക് ചെയ്യുക. അതിനുശേഷം വേസ്റ്റ് ലെങ്ത്ത് പ്ലസ് 1 ഇഞ്ച്, 1/2 ഇഞ്ച് താഴെയും 1/2 ഇഞ്ച് മുകളിലും സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ വേസ്റ്റ് വിഡ്ത്ത് പ്ലസ് 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കുക. ഇതെല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പോയിന്റുകൾ തമ്മിൽ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഇതിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്കിതിലൊന്ന് ആം ഹോള് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഒരു 3/4 ഇഞ്ച് ഇതുപോലെ കോണിൽ നിന്ന് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെയും സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ, അതായത് നമ്മുടെ ലൈനിങ് പീസ് എടുത്തതിന് ശേഷം ആം ഹോളിൻ്റെ ഭാഗത്തും നമ്മുടെ ഈ ഒരു മുകളിലുള്ള ആ ഒരു ഭാഗത്തും 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ, 2 ലൈനിങ് പീസും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. നമ്മൾ 2 വരച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക് നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിലാക്കി വെച്ചിട്ട് ഇതൊന്ന് പിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഇപ്പം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള അതിന് ചുറ്റിലും നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മറ്റേ പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് പുറം തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ 2 പീസുകളും പുറം തിരിച്ചെടുത്ത് കഴിഞ്ഞു. നമുക്കിതിൻ്റെ മുകളിലൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്കൊരു പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. 2 പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ 2 ബോഡി പാർട്ടിൻ്റെ 2 പീസുകളും പ്രസ് സ്റ്റിച്ച് എല്ലാം കൊടുത്തു. ഇനി ഞാനിവിടെ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചും വിഡ്ത്ത് 4 ഇഞ്ചുമാണ്. ഇത് ഞാൻ 1/4 ഇഞ്ച് വീതം ഡബിൾ ഫോൾഡ് ചെയ്ത് 3 വശങ്ങളിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പിറകിലുള്ള ബോഡി പാർട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു പിറകിലുള്ള ബോഡി പാർട്ടിൻ്റെ ആ ഒരു പീസ് എടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. നമുക്കിതിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇതുപോലെ തന്നെ ഞാൻ ഈ ഒരു പീസും രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അതിനെ നേർ പകുതിയാക്കി മടക്കുക. അതിനുശേഷം ഇതിനെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിലാക്കി വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച്, ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് നമ്മുടെ സിപ്പ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഇനി പിറകിലേക്കാക്കിയിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ സിബ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ശേഷം കണ്ടില്ലേ ഇതുപോലെ. ഇപ്പം ഞാൻ ഇവിടെ 8 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുള്ള 2 മെയിൻ ഫാബ്രിക് 2 ലൈനിങ് പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ലെങ്ത് ഇത്രയൊന്നും വേണ്ട, നമുക്ക് അവസാനം നോക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, 5 ഇഞ്ചിൻ്റെ സ്ട്രാപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ മെയിൻ ഫാബ്രിക് ഒന്ന് മടക്കിയെടുക്കുക. അതിന് മുകളിൽ ലൈനിങ് പീസ് ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കണം. നമ്മൾ പിൻ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ പിൻ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ മെയിൻ ഫാബ്രിക് മടക്കുക. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുന്നത്. ഇത് മറക്കരുത് കേട്ടോ. നമുക്ക് ഒരു 1/2 ഇഞ്ച് വിട്ട് ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു എക്സ്ട്രാ ഫാബ്രിക് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പുറം തിരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 സ്ട്രാപ്പും പുറം തിരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്കിനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഈ ഒരു അറ്റം ഭാഗം ഒരു വിരൽ ഉപയോഗിച്ചിട്ട് 1 ഇഞ്ച് അകത്തേക്കാക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു 6 ഇഞ്ച് വേണ്ട 5 ഇഞ്ച് നീളത്തിൽ സ്ട്രാപ്പ് റെഡിയാക്കി എടുക്കാം. 2 ഇഞ്ചാണല്ലോ നമുക്ക് സ്ലീവിന് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് പിറകിൽ 2 ഇഞ്ച്, അങ്ങനെ 4 ഇഞ്ചും 1/2 ഇഞ്ച് വീതം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണ് ടോട്ടൽ നമ്മളിപ്പോൾ ഇവിടെ 5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ സ്ട്രാപ്പും നമ്മുടെ ബോഡി പാർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. അതിന് ഇതുപോലെ ഒന്ന് പുറം തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് പിൻ ചെയ്തെടുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് 4 വശങ്ങളിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് മറ്റ് ഒരു 2 പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 18 ഇഞ്ച് നീളവും അതുപോലെ 10 ഇഞ്ച് വീതിയുള്ള 2 മെയിൻ ഫാബ്രിക് 2 ലൈനിങ് ഫാബ്രിക്കുമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിലാക്കി മടക്കി അതിനുശേഷം ലൈനിങ് പീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ ഒരു 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം. 4 ഇഞ്ച് വീതമാണ് ഞാൻ ഇവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തെടുക്കുന്നത്.
അതിനുശേഷം ആ പോയിന്റുകളെല്ലാം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തു. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യണം. നമ്മൾ 2 പീസിൽ ഇതുപോലെ തന്നെ ചെയ്യുക. 1.5 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റും നമ്മുടെ മുകളിലുള്ള ഈ 2 പോയിന്റുകൾ തമ്മിലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗം ചെരിവ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെരിച്ച് വരച്ചെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം. 2 പീസും ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം എക്സ്ട്രാ ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് പുറം തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ 2 ഫാബ്രിക്കും സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം പുറം തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിന് ചുറ്റിലും ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ടിലെ പീസാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ആ ഒരു സെൻറ്റർ പോയിന്റിൽ നമുക്ക് ഈ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് വരുന്ന രീതിയിലാക്കി വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് 2 പീസും നമ്മൾ ഈ സെൻറ്റർ പോയിന്റിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിറകിലുള്ള പീസിലേക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഫാബ്രിക് കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കുട്ടികളുടെ കൈവണ്ണത്തിനനുസരിച്ച് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 2.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം വരെയുള്ള ഒരു അളവിൽ നിന്നും ഒരു 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് ഈ ഒരു ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് വീതം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു വശം നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതുപോലെ ഒപ്പത്തിനോടൊപ്പം വെച്ചിട്ട് ഒന്ന് നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. അതിനുശേഷം ഇതൊന്ന് ഇതുപോലെ ഒന്ന് പുറം തിരിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പിൻ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഫാബ്രിക് ഇതിൻ്റെ അകത്ത് കുടുങ്ങാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ ബോഡിയുടെ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇരുവശങ്ങളിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രോക്കിൻ്റെ ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷൻ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മളുടെ തുണിയെ 4 ആയിട്ട് മടക്കണം. അതിനെ വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുണി 6 ആയിട്ടാണ് മടക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ വേസ്റ്റ് വിഡ്ത്തിൻ്റെ 6ൽ ഒരു ഭാഗമാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്കായി മാർക്ക് ചെയ്ത് അവിടെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം ഞാൻ ഇവിടെ 17 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതുപോലെ നമ്മുടെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മൾ റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ലൈനിങ്ങിൻ്റെ പീസ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 പീസ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെയിം
മെഷർമെൻറ്റിൽ തന്നെയാണ് അര കട്ട് ചെയ്യുന്നത്, അരവണ്ണം. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിൻ്റെ താഴ്ഭാഗവും കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു വേസ്റ്റ് റൗണ്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇതെല്ലാം കൂടി ഈ 3 പീസുകൾ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ താഴ്ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്കേർട്ട് പോർഷനും റെഡിയായി, ബോഡി പാർട്ടും റെഡി ആയിട്ടുണ്ട്. ഇത് തമ്മിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡിയാവും. ഞാൻ ഇവിടെ എക്സ്ട്രാ ഉള്ള സിബ്ബാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രോക്ക് ബോഡിയുടെയും സ്കേർട്ടിൻ്റെയും നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിന് ചുറ്റൊന്ന് പിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു വേസ്റ്റ് റൗണ്ട് ഫുള്ള് പിൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതിന് ചുറ്റിലും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഈ ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്ത്, അതായത് ലൈനിങ്ങിൻ്റെ ഫസ്റ്റ് നമ്മൾ വെച്ചിട്ടുള്ള ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ സ്ട്രിപ്പ് നെറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ലൈനിങ് പീസും ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അകത്തേക്ക് വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഐഡിയ പോലെ നമുക്ക് ഫ്ലവേഴ്സ് വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഈ ഫ്രോക്ക് ഒന്നുകൂടി ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാം, ഞാൻ അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.